ഹായ് ഫ്രണ്ട്സ്, വിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഉണ്ടാക്കാൻ വന്ന ഗ്ലാസ് കേക്കാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും വിചാരിക്കും നല്ല പാറ ഉണ്ടാക്കിയെടുക്കാമെന്നൊക്കെ. ഒരു പാടില്ല. പിന്നെ ഇതിന് ഗ്ലാസ് കേക്കെന്നോ ഗ്ലാസ് പുഡിങ്ങെന്നോ എന്തായാലും വിളിക്കാം. ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷൻ വരും. ഓൾ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്കതിനായിട്ട് ആവശ്യം കുറച്ച് ഫ്രൂട്ട്സാണ്. ഞാൻ അവിടെ മാങ്ങ, ആപ്പിള്, മുന്തിരി, ഈത്തപ്പഴം പിന്നെ ചെറിയൊക്കെ എടുത്തിട്ടുണ്ട്. കളർഫുള്ളായ ഫ്രൂട്ട്സ് ആണെന്നുവെച്ചെങ്കിൽ ഒന്ന് കാണാൻ ഭംഗിയുണ്ടാവും. നമുക്ക് എല്ലാ ഫ്രൂട്ട്സും ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് മുറിച്ചെടുക്കാം. നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കിയെടുക്കണം. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കാം. ആ നേരം കൊണ്ട് തിളക്കുന്ന നേരം കൊണ്ട് നമുക്ക് ജലാറ്റിൻ ഒന്ന് കുതിർത്തെടുക്കണം. അതിനായിട്ട് 50 ഗ്രാമിൻ്റെ ജലാറ്റിനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തെടുക്കാം. 50 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത്. അതിനാണ് ഈ 1 കപ്പ് പഞ്ചസാരയും 3/4 കപ്പ് വെള്ളമൊക്കെ. അപ്പോൾ നമ്മുടെ പഞ്ചസാര ലായനി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ച ജലാറ്റിൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര ലായനി ഇവിടെ കറക്റ്റ് ഇട്ടിട്ടുണ്ട്. ജലാറ്റിനൊക്കെ ഒഴിച്ച് നന്നായി എടുത്തിട്ടുണ്ട്. ഞാൻ ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ബട്ടർ പേപ്പർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരത്തെ ഉണ്ടാക്കി ചൂടാറാൻ വെച്ച പഞ്ചസാര ലായനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിയൊന്ന് ഫില്ലാവണ വരെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ച ഫ്രൂട്ട്സ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഓരോ ഫ്രൂട്ട്സും അവിടെ ഇവിടെ ആക്കിയിട്ട് വെക്കാം. ഒരു ഫ്രൂട്ട്സ് തന്നെ ഒരുമിച്ച് കട്ട കൂടി വെക്കരുത്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ചാൽ ജലാറ്റി മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ 5 മിനിറ്റ് തന്നെ അവിടെ എടുത്ത് വെച്ചത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ജലാറ്റിൻ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ജലാറ്റിൻ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം. ഇവിടെ ആർക്കും കളർ ചേർത്തിട്ട് കഴിക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ കളർ ചേർക്കാണ്ടിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലേ നമുക്കൊന്ന് സെറ്റായി കിട്ടുള്ളൂ. ആഹാ, അപ്പോൾ നമ്മുടെ ഗ്ലാസ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ ഫ്രൂട്ട്സ് വെച്ചിരിക്കണ പോലെ തന്നെ കാണാൻ. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ട്രേ ഒരു 2-3 സെക്കൻഡ് ഇറക്കി വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഗ്ലാസ് കേക്കെന്നോ ഗ്ലാസ് പുഡിങ്ങെന്നോ എന്താണേലും വിളിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് കത്തിയിട്ട് വെടിയിപ്പിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ ട്രേന്ന് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. നമ്മളെ റിലേറ്റീവ്സിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് ടേസ്റ്റ് കഴിക്കാം. നമുക്ക് ടേസ്റ്റ് ഉണ്ടോ? എല്ലാവരും നല്ല അഭിപ്രായമായിട്ട് പറയണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.